നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സ്പാനിഷ് സൂപ്പർ താരമായ സെർജിയോ റാമോസ് PSG-യോട് വിട പറഞ്ഞത്. നമുക്കറിയാം 2 വർഷക്കാലമാണ് അദ്ദേഹം അവിടെ ചിലവഴിച്ചത്. പക്ഷെ വലിയ ഒരു മികവൊന്നും പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പരിക്കുകൾ കാരണം ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. പിന്നീട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് തന്റെ മുൻ ക്ലബ്ബായ സെവിയയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരാർ അവസാനിക്കുകയാണ്. 38-കാരനായ താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ഇപ്പോൾ സെവിയക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് പുതിയ ഒരു ക്ലബിന് സെർജിയോ റാമോസിന് ആവശ്യമാണ്. നിലവിൽ അദ്ദേഹം വിരമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാൻ തന്നെയാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. പ്രധാനമായും 2 ഓപ്ഷനുകളാണ് സെർജിയോ റാമോസിന്റെ മുന്നിലുള്ളത്. ഒന്ന് അമേരിക്കൻ ലീഗായ MLS ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് സൗദി അറേബ്യൻ ലീഗാണ്. ഈ 2 ലീഗുകളിൽ ഒന്നിലേക്ക് അദ്ദേഹത്തിന് പോകാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. കാരണം 2 ലീഗുകളിലെ ക്ലബ്ബുകൾക്കും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. MLS-ലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ലയണൽ മെസ്സി ഇന്റർ മയാമിയിലുണ്ട്. നമുക്കറിയാം മെസ്സിയും അതുപോലെ തന്നെ റാമോസും ഒരുമിച്ച് PSG-യിൽ വെച്ച് കളിച്ചവരാണ്. റാമോസിന്റെ സുഹൃത്താണ് ലയണൽ മെസ്സി. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സെർജിയോ റാമോസും ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ചവരാണ്. 2009 മുതൽ 2018 വരെ റയൽ മാഡ്രിഡിൽ ഒരുമിച്ച് കളിച്ചവരാണ് റൊണാൾഡോയും റാമോസും. റാമോസ് സൗദിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഏതിനെയാണ് റാമോസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നിലവിൽ തുർക്കിയും അതുപോലെ തന്നെ ജപ്പാനും ഒക്കെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊന്നും സെർജിയോ റാമോസ് പരിഗണിക്കുന്നില്ല. ഒന്നുകിൽ MLS അല്ലെങ്കിൽ സൗദി ലീഗ് എന്നിങ്ങനെയാണ് നിലവിൽ അദ്ദേഹം കാര്യമായി പരിഗണിക്കുന്നത്. ഈ സീസണിൽ 29 മത്സരങ്ങളാണ് ക്ലബിന് വേണ്ടി അദ്ദേഹം കളിച്ചിരിക്കുന്നത്. പക്ഷെ പരിക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.